hello dear ones, welcome to Exam Point. So today we are going to study a new chapter and that is a small poem that is Marvelous Travel. നമുക്കറിയാം ട്രാവലിംഗ് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? വീട്ടിൽ കുത്തിയിരിക്കാനാണോ ഇഷ്ടം, അതോ എവിടെയെങ്കിലും കറങ്ങി നടക്കാനാണോ ഇഷ്ടം? ഒരു സൺഡേ ഒരു സാറ്റർഡേ ഹോളിഡേ കിട്ടിയാൽ പാരൻസ് ഒക്കെ വർക്കില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകോ, നമുക്ക് എവിടെയെങ്കിലും പോകാം എന്ന് പറയുന്ന കുട്ടികളല്ലേ കൂടുതലുള്ളത് അല്ലേ? ഒരു മെജോറിറ്റി, ഒരു 95% അങ്ങനെ തന്നെയാണ്. ഒരു 5% ഉണ്ടാവുള്ളൂ തോന്നുന്നു വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, എങ്ങും പോകണ്ട അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ. അപ്പോൾ നമ്മുടെ ഓതറും ഒരു ട്രാവലിംഗ് ആണ്. അപ്പോൾ ട്രാവലിങ്ങിൽ എന്തൊക്കെയാണ് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇല്ലേ? ട്രാവലിംഗ് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരും, പുതിയ പുതിയ കാഴ്ചകൾ. ഇനി നമ്മൾ പോകുന്നത് വേറെ ഒരു സ്ഥലത്തോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം നമ്മൾ കണ്ടു തീർത്തോ? ഇപ്പം നിങ്ങൾ ഏത് സ്ഥലത്തുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ സ്ഥലത്തുള്ള കാര്യങ്ങളോട് ഒരു ടൂറിസ്റ്റ് നിങ്ങളോട് വന്ന് ചോദിക്കുവാണ് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് യുവർ പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയാവോ? എന്തൊക്കെയാണ്? എന്ത് സ്പെഷ്യാലിറ്റി, ഇവിടെ എന്താ കാണാനുള്ള എന്നാണോ ആറ്റിറ്റ്യൂഡ്? അല്ലല്ലോ. നമ്മുടെ സ്വന്തം നാട്ടിലും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ. ചിലപ്പോൾ നമ്മൾ കാണാത്ത റോഡുകൾ, നമ്മൾ അവിടെയൊക്കെ വല്ല ഷൂട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ നടന്ന് മൂവീസിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഓതറും ഇവിടെ പറയുന്നത് ഒരു മാർവലസ് ട്രാവലിനെ കുറിച്ചാണ്. മാർവലസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത്ഭുതം എന്നുള്ള വേർഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം അത് നമുക്ക് അറിവ് പകർന്നു തരും, സന്തോഷം തരും. ഇപ്പം നമ്മൾ സങ്കടത്തിലാണെങ്കിൽ പോലും അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു സന്തോഷത്തിൻ്റെ മൂഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന എന്ന് പറയുന്നത് ഒരു കൾച്ചർ പഠിക്കാൻ പറ്റും, അവിടുത്തെ ഫുഡ് എന്താണെന്ന് പഠിക്കാൻ പറ്റും, അവിടുത്തെ ടേസ്റ്റ്, അവിടുത്തെ ആൾക്കാരെക്കുറിച്ച് എന്തൊക്കെ വിവരമാണല്ലേ നമുക്ക് തരുന്നത്. അതും എക്സ്പ്ലോറിങ് ആണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ബുക്കിൽ നിന്ന് വായിച്ച് പഠിക്കുന്നതും ഒരു ട്രാവൽ ചെയ്ത് പഠിക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ്. ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ട്രാവലിംഗ് ആണ് അല്ലേ? നമ്മുടെ ഓൺ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു ട്രാവലിംഗ് ചെയ്ത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കോ? ഒരു ബുക്കിൽ വായിച്ച ക്വസ്റ്റ്യൻ ആൻസർ നാളെ നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. പക്ഷേ അന്ന് പോയ ടൂറ് എന്നെങ്കിലും ആവട്ടെ, ആ ടൂറിനെ കുറിച്ച് ഇന്ന് ചോദിച്ചാലും നിങ്ങൾ പറയും. സോ അതാണ് ഒരു ട്രാവലിങ്ങും ഒരു റീഡിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഓതർ പറയുന്നത് ട്രാവലിങ്ങിനെ കുറിച്ചാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഷോർട്ട് പോയം ദാറ്റ് ഈസ് മാർവലസ് ട്രാവൽ. ട്രാവലിംഗ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ ദ വേൾഡ്. ഞാൻ പറഞ്ഞു, ലോകം അറിയാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ട്രാവലിംഗ് ആണ്. ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ അല്ലേ? പുതിയ ആളുകളെ കാണാൻ പറ്റും. ആൻഡ് ലേണിംഗ് അബൌട്ട് ദെയർ ലൈഫ്സ്, അവരുടെ ജീവിതത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഹിയർ ദ പോയറ്റ് ഷെയർസ് ഹിസ് വ്യൂസ് ഓൺ ട്രാവൽ. ഇവിടെ നമ്മുടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്, യാത്രകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് വിവരിക്കുന്നത്. അപ്പം അദ്ദേഹം ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പം നമുക്ക് പോയിറ്റ് ഉണ്ടെന്നറിയാം, നമ്മൾ പഠിക്കാൻ പോകുന്ന പോയം എന്താണെന്നറിയാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഓതർ. സോ ദാറ്റ് ഈസ് ജോഷുവ ഫെർണാണ്ടസ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പോയറ്റിനെ കുറിച്ച്? സാധ്യതയില്ലല്ലേ? എന്തായാലും 1974 ജനിച്ചിട്ടുള്ളത്. ആള് ജീവനോടെയുണ്ട്. A Malaysian film director and designer who believes in creative collaboration. എന്തായിരുന്നു സ്പെഷ്യാലിറ്റി? ഓൾറെഡി ഫിലിം ഡയറക്ടറാണ്, നമ്മളുടെ ഇവിടെ ഉള്ളതല്ല, മലേഷ്യൻ ഫിലിം ഡയറക്ടറാണ്, ഡിസൈനറും കൂടിയാണ്. ക്രിയേറ്റിവിറ്റിയിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. He first started working in the film industry from 1995 onwards and made his directional debut in the year 2000. അപ്പോൾ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? 1995 ആദ്യമായിട്ട് ഡെബ്യൂട്ട് എന്ന് പറയുമ്പോൾ അരങ്ങേറ്റം, ഒരു സംവിധാനമായിട്ട് അരങ്ങേറ്റം ചെയ്തത് എന്നാണ്? 2000. One of the co-founders of Boo Films SDN BSD, that is Malaysian Film Production Companyയുടെ പേരാണ്. ജോഷുവ served as its executive producer between 1998 and 2001. He has produced dance music and released a number of track music numbers. അപ്പോൾ ഫിലിം ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുള്ളി കവിതകളും അങ്ങനെയൊക്കെ ഉള്ളതും രചിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്ക് യാത്രകളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിക്കവാറും ഈ സംവിധായകരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ യാത്രകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ ക്രിയേറ്റിവിറ്റീസൊക്കെ അവരുടെ മൂവിയിലൊക്കെ മീൻസ് അവർ ചിലപ്പോൾ ലൊക്കേഷൻസിന് വേണ്ടിയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ ഇതിൽ ലൈഫിലും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട കാഴ്ചകളെക്കുറിച്ചും അതിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമാണ് ഈ പോയം നമ്മളോട് പറഞ്ഞു തരുന്നത്. സോ
ട്രാവൽ പ്രൊവൈഡ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ലൈക്ക് നോ അതർ അല്ലേ. വേറെ ആര് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ തരുന്നതിനേക്കാൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രാവലിംഗ് തരുന്നത്. അതും പഠനം അല്ലേ. ഞാൻ പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറക്കില്ല. ഒരു യാത്ര എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ പോയി, എന്തൊക്കെ കണ്ടു എന്ന് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ പറയും. It inspires people to seek out new places, keeping their pool of knowledge constantly torn. എന്താണ്, നിരന്തരം നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവ് എപ്പോഴും ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. ടോപ്പപ്പ് എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വേ ടു നോട്ട് ഓൺലി ലേൺ ന്യൂ തിങ്സ് ആൻഡ് ഇമേഴ്സ് യുവർ സെൽഫ് ഇൻ എ ന്യൂ കൾച്ചർ, ബട്ട് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് അർജ് ടു കണ്ടിന്യൂ ലേണിംഗ്. ഇത് നമുക്ക് അറിവ് വരുന്നതിനോടൊപ്പം ഈ അർജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാനുള്ള ആ ആഗ്രഹം, ജിജ്ഞാസ, അതൊക്കെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാനും ട്രാവലിങ്ങിന് കഴിയും. ഇപ്പോൾ പഠനം എന്ന് പറയുന്നത് നമുക്കറിയാം, മോസ്റ്റ് പ്രോബബ്ലി ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഫഷണൽ ഫീൽഡിലോട്ട് പലരും തിരിയും. അല്ലെങ്കിൽ ചിലപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ പ്രൊഫഷണൽ ഫീൽഡിലോട്ട് ഓരോരുത്തരായിട്ട് നിങ്ങളും തിരിയും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും വാട്ട് യു വോണ്ട് ടു ബിക്കം അല്ലേ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾ പെട്ടിലായി, ഇനി 2 വർഷം കൂടെ ഉള്ളൂ സ്കൂൾ ലൈഫ്. അത് കഴിയുമ്പോൾ +1 +2, അത് കഴിയുമ്പോൾ നിങ്ങൾ ഓരോ വഴിയിലോട്ട് തിരിയും. നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാം, അല്ലെങ്കിൽ പാരൻസ് ഇപ്പോൾ പറയുന്നുണ്ടാവും, ഗൈഡ് ലൈൻസ് ആയിട്ട് ഓരോരുത്തർ കുറേ ഉപദേശങ്ങളായിട്ട് വരുന്നുണ്ടാവും. അപ്പം നമുക്കറിയാം പ്രൊഫഷണൽ ഫീൽഡിലോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വിദ്യാഭ്യാസം എന്നത് അവിടെ തീരുകയാണ് അല്ലേ. പിന്നെ നമ്മൾ ജോലിയിലോട്ട് കയറും, അങ്ങനെയാണ്. അപ്പം നമ്മുടെ പഠിത്തം നിന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും പഠിത്തം എവിടെയും അവസാനിക്കുന്നില്ല അല്ലേ. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് അറിവ്, അതും പഠിത്തം തന്നെയല്ലേ. ബുക്കിൽ നിന്ന് പഠിക്കണമെന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം ഓരോ ദിവസവും അപ്ഡേഷൻസ് ആണ്. ഫോൺ തന്നെ ഇല്ലേ, എന്തോരം അപ്ഡേഷൻസ് ആണ് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പഠിക്കാനുള്ള ഒരു ആഗ്രഹം, ആ ജിജ്ഞാസ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോയി പറ്റുന്ന ഒരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. കാരണം ബുക്കിൽ നോക്കി പഠിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ പഠിച്ച് മതിയായി എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. അത് ജോലി എടുക്കുന്നവരേ ഉള്ളൂ കേട്ടോ. ജോലി എടുക്കുമ്പോൾ തോന്നും പഠിക്കുന്ന കാലഘട്ടമായിരുന്നു ഏറ്റവും മനോഹരമെന്ന്. അപ്പോൾ റിവേഴ്സാണ് എപ്പോഴും. അക്കരെ പച്ച എന്നൊരു സംതിങ്ങില്ലേ, അത് തന്നെയാണ് എപ്പോഴും നമുക്ക് തോന്നുക. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും ഇഷ്ടം അപ്പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട് ഇല്ലേ. അപ്പോൾ സോ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ പോയിറ്റ് മീനിങ് ബൈ ദ മാർവലസ് ട്രാവൽ. So we are going to study the poem that is written by Joshua Fernandez, and the poem is Marvelous Travel. I travel with my eyes, watching those silently cry, asking themselves the question why someone left them without saying goodbye. എന്താണ്? I travel with my eyes. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് യാത്ര ചെയ്യുന്നു. Watching those silently cry. എങ്ങനെയാണ്? ആ യാത്രയിൽ, അതായത് കണ്ണുകൾ കൊണ്ട് ഞാൻ യാത്ര നടത്തുമ്പോൾ ഞാൻ ആ യാത്രയിൽ കാണുന്നത് നിശബ്ദമായി കരയുന്ന കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ആസ്കിങ് ദംസെൽസ് ദ ക്വസ്റ്റ്യൻ വൈ. അത് കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ പോയിട്ട് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ പോയിട്ട് കണ്ണുകൾ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പോയിട്ട് കുറേ കരയുന്നവരെ കാണുന്നുണ്ട്. അതായത് എങ്ങനെയാണ് അവർ കരയുന്നത്? നിശബ്ദമായാണ് അവർ കരയുന്നത്. അപ്പോൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കരയുന്നതെന്ന്. ഉത്തരം എന്താണ്? someone left them without saying goodbye. എന്താണ്? യാത്ര പോലും പറയാതെ കുറേ പേര് പിരിഞ്ഞു പോയതിൻ്റെ സങ്കടമാണ് അവർ നിശബ്ദമായി കരഞ്ഞു തീർക്കുന്നത്. അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ, സാധ്യത വളരെ കുറവാണ്. എങ്കിലും പോകെ പോകെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാവർക്കും ഫേസ് ചെയ്യാനുള്ളത് തന്നെയാണ്. എത്ര പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞാലും ഒരു സമയം വരുമ്പോൾ പോയിട്ടുണ്ടാവും. അതും ഒരു വാക്ക് പോലും പറയാതെ, വിത്തൗട്ട് ഈവൻ സേയിങ് ഗുഡ് ബൈ. ആ വേദന അപ്പുറത്തെ ആൾ അനുഭവിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പുറത്തെ ആൾ, അതായത് ഗുഡ് ബൈ പറയാതെ പോയ ആൾ ഒരിക്കലും അനുഭവിക്കില്ല. ആരോടാണോ പറയാതിരുന്നത് അയാൾ ഈ ഒന്നില്ലെങ്കിൽ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ കരഞ്ഞു തീർക്കുകയോ. അതാണ് ഇവിടെയും പോയിട്ട് കാണുന്ന കാഴ്ച. പോയിട്ട് കാണുന്ന സെയിം കാഴ്ചകൾ നമുക്കൊന്ന് ചുറ്റോടിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. നമ്മുടെ ചുറ്റും, വേണമെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുപാടോ, ഇപ്പോൾ സ്കൂളിലോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും 7th വരെ. ഇപ്പോൾ ഹൈസ്കൂളിലായപ്പോൾ ചിലപ്പോൾ വേറെ സ്കൂളിലോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും 7 UKG LKG അങ്ങനെയൊക്കെ പഠിച്ചിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇനി ഒരിക്കലും പിരിയൂല, ഞങ്ങൾ അപ്പോൾ കുറേ മെസ്സേജ് ചെയ്യും, ഫോൺ ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ. കുറച്ച് ദിവസം ഉണ്ടാവും അതൊക്കെ. അത് കഴിയുമ്പോൾ എന്തായിരിക്കും? പിന്നെ വിളിയില്ല, മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. അപ്പുറത്തെ ആൾ ആ സിൻസിയറിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടായിരിക്കും. മറ്റേ ആളോ ഇതൊക്കെ മറന്ന് പുതിയ ഫ്രണ്ട്സിൻ്റെ ലോകത്തായിട്ടുണ്ടാവും.
അപ്പോഴും മറ്റേ ആൾ ഒരു മെസ്സേജോ കോളിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഇപ്പുറത്തോട്ട് മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരാൻ മടിയുമായിരിക്കും. കാരണം പുതിയ ഫ്രണ്ട്സായി കിട്ടിയപ്പോൾ പഴയ ഫ്രണ്ട്സിനെ വേണ്ട എന്ന് വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ നമുക്ക്, ഇല്ലേ? അപ്പോൾ എന്തിനാണ് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയതെന്ന് അറിയാതെ ആ കാത്തിരിക്കുമ്പോൾ വിഷമമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക, അല്ലേ? ഈ ഡിപ്രഷനും കാര്യങ്ങളും. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയണത് വളരെ മനോഹരമായ ഒരു ഫീലിംഗ് അല്ലേ? അപ്പോൾ എന്ത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിലൊരു ഗുഡ് ബൈ എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ അയാൾ കാത്തിരിക്കുന്നില്ലല്ലോ, ഇല്ലേ? അതൊരു കാര്യമല്ലേ? കാരണം കാത്തിരിപ്പാണ് കുറേ വേദന തരുന്നത്. അപ്പം പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാലോ. എന്നെ കാത്തിരിക്കണ്ട, ഐ ഡോണ്ട് ലൈക്ക് യു, ഐ ഡോണ്ട് വാണ്ട് യു ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ സോ ദർ ഇസ് നോ വൺ വിൽ ബി ദർ ക്രൈയിങ് സൈലൻ്റ്ലി. Here the poet says that traveling gave him a variety and wonderful experiences that he witnessed through eyes. കണ്ണുകൾ കൊണ്ട് പല പല കാഴ്ചകൾ കണ്ടു എന്നാണ് പോയിറ്റ് പറയുന്നത്. Then he says that he watched many people silently crying. നിശബ്ദരായി കരയുന്ന കുറേ ആൾക്കാരെയും കണ്ടു. He asked the people what happened to them. എന്താണ് അവർക്ക് പറ്റിയതെന്ന് പോയിറ്റ് ചോദിക്കുന്നുണ്ട്. They said that they have experienced the pain when somebody left them without saying goodbye. Goodbye പറയാതെ പോയ ആ ആളുകളെ കുറിച്ചിട്ടാണ് അവരൊക്കെ വേദനിക്കുന്നത് അല്ലെങ്കിൽ നിശബ്ദമായി കരയുന്നത് എന്നായിരുന്നു അവരുടെ ഉത്തരം. I travel with my thoughts. I travel with my pen to write about children, women and men. എന്താണ് ഇനി പോയിട്ട് കാണുന്നത് എങ്ങനെയാണ്? എൻ്റെ ചിന്തകളിലൂടെയാണ്. I travel with my thoughts. ഞാൻ എൻ്റെ ചിന്തകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. I travel with my pen. ഞാൻ എൻ്റെ പേന കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. To write about children. എന്തിനാണ് പേന? കുട്ടികളെക്കുറിച്ച് എഴുതാൻ. പിന്നെ ആരെക്കുറിച്ചാണ്? വിമൻ ആൻഡ് മെൻ. പെണ്ണുങ്ങളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെ എഴുതാൻ വേണ്ടി ഏത് യാത്രയിലും പോയറ്റ് കരുതുന്ന ഒന്നാണ് പേന. In the second stanza, the poet conveys that traveling is not merely sightseeing for him. He is always in a state of observation and thinking. അപ്പോൾ നമ്മളൊരു ദൂരയാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ഭംഗി ആസ്വദിക്കുകയാണ്, അത് പകർത്താറുണ്ട്. പോയിറ്റിനെ സംബന്ധിച്ച് പോയിറ്റ് ചെയ്യുന്ന ഓരോ യാത്രയും വെറും കാഴ്ച കാണൽ മാത്രമല്ല. ആ കാഴ്ച കാണലിലൂടെ പോയിറ്റ് ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതാണ് സ്പെഷ്യാലിറ്റി. മനസ്സിലായോ? നമ്മളും യാത്ര പോകാറുണ്ട്, അവിടെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി, അതിമനോഹരമായ വെള്ളച്ചാട്ടം, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരും. പക്ഷെ പോയിട്ട് അതിന് ചുറ്റുപാട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യും. ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്ന പലർക്കും പല ഫീലിംഗാണ്. സങ്കടത്തിലിരിക്കുന്ന ഒരാളെയും സന്തോഷത്തിലിരിക്കുന്ന ഒരാൾക്കും രണ്ടും വ്യത്യസ്തമായിരിക്കും അവരുടെ ആ ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഹി ഓൾവേസ് ട്രാവൽസ് വിത്ത് ഹിസ് പെൻ ടു റെക്കോർഡ് ഹിസ് ട്രാവൽ എക്സ്പീരിയൻസസ്. പേന പോയിട്ട് എപ്പോഴും കരുതാറുള്ള ഒരു സാധനമാണെന്ന് പറയുന്നത്. എന്തിനാ? ഇതൊക്കെ എഴുതി വെക്കാനായിട്ട്, ഈ യാത്രാനുഭവങ്ങൾ എഴുതി വെക്കാനായിട്ട്, യാത്രാ വിവരണങ്ങളും അനുഭവങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് പോയിട്ട് എപ്പോഴും പേന കൊണ്ടുപോകാറുണ്ട്. As travel is a sea to write stories about children, women and men, thus the poet says that it is travel that makes him a good storyteller. ഈ പോയിറ്റ് എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് നല്ലൊരു കഥ പറയുന്ന ആളാവുന്നത്? എങ്ങനെയാണ് ഒരു കാഥികനാകുന്നത്? എങ്ങനെയാണ്? ഈ യാത്രകളിലൂടെയാണ് പോയിറ്റ് ആവുന്നത് എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് എ സീ ടു റൈറ്റ് സ്റ്റോറീസ്. വിത്താണ് യാത്ര എന്ന് പറയുന്നത്, ഒരു വിത്താണ്. ആ വിത്ത് മുളച്ചാണ് കഥയും കവിതയൊക്കെ പോയിറ്റ് എഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ യാത്രയിൽ കൂടെ കാണുന്ന കാഴ്ചകളിൽ ഇപ്പോൾ പോയിറ്റ് എഴുതുന്നത്, ഇപ്പം നമ്മൾക്കറിയാം ഈ ലോകത്ത് ഒരുപാട് ബുക്കുണ്ട്. അതെല്ലാം അവരുടെ സ്വന്തം അനുഭവങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ അതിനും വേണ്ടി ബുക്ക് എഴുതാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഓതർ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ബഷീറിനെ കുറിച്ച് പറയാം. ബഷീർ എഴുതുന്ന എല്ലാ ബുക്കും ബഷീറിനെ കുറിച്ചുള്ള കഥകളല്ലല്ലോ, ആണോ? ബഷീർ വേറെ കുറേ കഥകളൊക്കെ എഴുതിയിട്ടില്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കഥ മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേഗം തീരില്ലേ? നമ്മുടെ കഥ ഇനിയും വീണ്ടും ഉണ്ടാവുമായിരിക്കും. എങ്കിൽ കൂടി നമ്മൾ ചുറ്റുപാടുമുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ടാണ് കഥ എഴുതുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ട്രാവൽ എന്ന് പറയുന്നത് ഒരു വിത്താണ്. ആ വിത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കഥകളും കവിതകളൊക്കെ ഉണ്ടാവുന്നത്. അതും എല്ലാ ആൾക്കാരെ കുറിച്ചും എഴുതുന്നുണ്ട്. കുട്ടികളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും ഒക്കെ പോയിട്ട് എഴുതുന്നുണ്ട്. I travel with my voice. I travel with my hope that something new would spring into my horoscope. Whether in Asia, America or Europe, there always be something interesting to scoop. എന്താണ്? ഞാൻ എൻ്റെ ശബ്ദം കൊണ്ട് ട്രാവൽ ചെയ്യുന്നു, യാത്ര പോകുന്നു. ഞാൻ എൻ്റെ പ്രതീക്ഷ കൊണ്ട് യാത്ര ചെയ്യുന്നു. എന്തിനാ? ദാറ്റ് സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്, എൻ്റെ ജാതകത്തിലേക്ക് പുതിയത് എന്തെങ്കിലും എഴുതി ചേർക്കപ്പെടും എന്ന് വിചാരിച്ചാണ്, ആ ഒരു പ്രതീക്ഷയാലാണ് പോയറ്റ് യാത്ര ചെയ്യുന്നത്.
വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, എവിടെ യാത്ര ചെയ്താലും അത് ഏഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ദർ വിസ് ഓൾവേസ് ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു സ്കൂപ്പ്. എന്താണ്? എന്തെങ്കിലും സംതിങ്, അതായത് പുതിയത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാണാനുണ്ടാകും എന്നാണ് പോയിറ്റ് പറയുന്നത്. ദ തേർഡ് സ്റ്റാൻസ ഷോസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയിറ്റ് ടുവേർഡ്സ് ട്രാവൽ. അപ്പോൾ പോയിറ്റിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ആ ആറ്റിറ്റ്യൂഡ്, യാത്രയോടുള്ള ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് ഹിസ് വോയിസ് ക്യാൻ റീച്ച് എനിവെയർ. ഇപ്പോൾ പോയിറ്റ് എവിടെയോ ഇരുന്ന് എഴുതിയ കവിതയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പോയിറ്റിൻ്റെ ശബ്ദം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പോയിറ്റ് പറയുന്നത്. ദ പോയിറ്റ് ട്രാവൽസ് വിത്ത് ദ ഹോപ്പ് ദാറ്റ് സംതിങ് ന്യൂ ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. എന്തെങ്കിലും പുതിയത് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം ലൈഫ് ഈസ് ആൾവേസ് അൺപ്രഡിക്റ്റബിൾ. എന്താണ്? പോയിറ്റിനെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പ്രവചനാതീതമല്ല, അല്ലേ? പ്രവചിക്കാൻ പറ്റാത്തതാണ്. നമുക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കുന്നത്. നാളെ അല്ലല്ലോ, കുറച്ച് ഒരു സെക്കൻഡിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല, നിങ്ങൾക്കും ഐഡിയ ഇല്ല. നമ്മൾ കുറേ പ്രതീക്ഷകളുണ്ട്, ഞാൻ ഇന്നതാവും അതാവും ഇതാവും എന്നൊക്കെ. സ്റ്റിൽ ദർ വിൽ ബി എ ട്വിസ്റ്റ് സംവെയർ, അല്ലേ? ആ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ട്വിസ്റ്റ് എന്താണ്, ടേൺ എന്താണ്, ഒന്നും അറിയാതെയാണ്. അപ്പോൾ നമുക്കറിയാം ലൈഫ് എന്നത് പ്രവചിക്കാൻ പറ്റില്ല. ജീവിതം ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാധനം എന്നാണ് പോയിറ്റ് വിശ്വസിക്കുന്നത്. Wherever we are, anything can happen the next moment. നമ്മൾ എവിടെയായിരുന്നാലും എന്ത് വേണേലും സംഭവിക്കാം. വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, ദർ വിൽ ഓൾവേസ് ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് സ്കോപ്പ്. നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും, ഏത് കൺട്രീസിലാണെങ്കിലും പുതിയതായിട്ട് കാണാൻ കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് അവർ ജേർണി ഇൻ ലൈഫ് ഇൻട്രസ്റ്റിംഗ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്ര മനോഹരമാക്കുന്നത് എന്നാണ് പോയിറ്റ് പറയുന്നത്. I travel to many different places, mix with many races, identify tribesmen by their faces and little girls by their laces. പോയിറ്റ് എന്താണ് പറയുന്നത്? പോയിറ്റ് ഒരുപാട് സ്ഥലത്തോട്ട് യാത്ര ചെയ്യാറുണ്ട്. മിക്സ് വിത്ത് മെനി റേസസ്. മെനി റേസസ് എന്ന് പറഞ്ഞാൽ പല പല ജാതിയിലുള്ള പല പല കൾച്ചറിലുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാറുണ്ട്. ഐഡൻറ്റിഫൈ ട്രൈബ്സ്മെൻ, ഗോത്രവർഗ്ഗക്കാരെയൊക്കെ അവരുടെ മുഖം കണ്ട് പോയിറ്റിനെ തിരിച്ചറിയാം. അപ്പോൾ തന്നെ അറിയാം പോയിറ്റ് ഒരുപാട് യാത്ര ചെയ്ത് അറിവുള്ള ഒരാളാണ്. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദേ ലേസസ് എന്ന് വെച്ചാൽ ലേസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡ്രസ്സ് എന്നൊക്കെ ഉള്ള ഒരു സെൻസാണ്. അതുകൊണ്ട് ആ കുഞ്ഞു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ, കുഞ്ഞു പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രധാരണത്തിൽ നിന്ന് പോയിട്ടിന് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത് അവർ ഏത് സ്ഥലത്തുള്ളവരാണെന്ന്. അപ്പോൾ യാത്രയെന്ന് പറയുന്നത് ചെറിയൊരു സംഭവമൊന്നുമല്ല നമ്മുടെ പോയിറ്റിന്, അല്ലേ? The poet then speaks about his travel to many different places. This provides him an opportunity to mix with many races and helps him identify the tribesmen by their faces. മിസ് പറഞ്ഞത് തന്നെയാണ്. എന്താണ്? പോയിറ്റ് പല പല സ്ഥലത്തോട് യാത്ര ചെയ്ത് പല പല ആൾക്കാരെയും പല പല ഗോത്രവർഗ്ഗക്കാരെയും ഒക്കെ കാണാറുണ്ട്. He travels without money. Traveling to many different places enables him to interact with people of different races. കൂടുതൽ പൈസ വേണം യാത്ര ചെയ്യാൻ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല നമ്മുടെ പോയിറ്റ്. പൈസ ഇല്ലാതെ കാൽനട യാത്രക്കാരനായിട്ട് നടന്നും യാത്രകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ദിസ് ഇൻഡീഡ് ഗിവ്സ് എം എ മാർവലസ് എക്സ്പീരിയൻസ് ഗെറ്റിംഗ് ടു നോ ഡിഫറെൻറ്റ് ഫുഡ്, കൾച്ചേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. ഞാൻ പറഞ്ഞു, നമ്മൾ വേറൊരു നാട്ടിൽ, ഇപ്പം നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ നിന്ന് പുറത്തോടൊന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ വേറെയാണ്, ഫുഡ് വേറെയാണ്, ടേസ്റ്റ് വേറെയാണ്, പലതും വേറെയാണ്. എന്തിന് നമ്മുടെ നാടിൻ്റെ ഉള്ളിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പലതും പല ഡിഫറെൻറ്റാണ്, ഇല്ലേ? അതിൻ്റെ ഉള്ളിൽ തന്നെ പല ഡിഫറെൻറ്റ് റിലീജിയൻസിലോട്ട് പോയി കഴിഞ്ഞാലോ അപ്പോഴും ഡിഫറൻസാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എറണാകുളത്ത് വെക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ തൃശ്ശൂർ വെക്കുന്നത്. അപ്പോൾ ഫുഡ് ടേസ്റ്റും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വീട്ടിലിരുന്നാൽ പറ്റുമോ? പറ്റില്ല, യാത്ര ചെയ്യണം. I travel without money, so please listen to my testimony. The good, the bad, and even the ugly. Every experience is worth life's journey. For I'll always be marveled whenever I travel. എന്താണ് പോയിറ്റ് പറയുന്നത്? ഞാൻ പൈസ ഇല്ലാതാണ് യാത്ര ചെയ്യുന്നതെന്ന് പോയിറ്റ് പറഞ്ഞു. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമോണി. ടെസ്റ്റിമോണി എന്ന് പറയുമ്പോൾ എൻ്റെ സാക്ഷ്യം. പോയിറ്റ് യാത്ര ചെയ്യുമ്പോൾ പോയിറ്റ് ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുകയല്ലേ. ടെസ്റ്റിമോണി എന്ന സാക്ഷിയാണ്, കേൾക്കാനാണ് പറയുന്നത്. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എല്ലാ യാത്രകളും മനോഹരമാണെന്നാണോ? എല്ലാ യാത്രയും നമുക്ക് സന്തോഷം മാത്രം തരുന്നതാണോ? പല യാത്രകളിൽ പല അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും, ചിലപ്പോൾ അത്രയും വികൃതമായിട്ട് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വൃത്തികേടോ, അങ്ങനെ. മനസ്സിലായി? അതാണ് ഉദ്ദേശിച്ചത്. എവറി എക്സ്പീരിയൻസ് ഇൻ വർത്ത് ലൈഫ് ജേർണി. പക്ഷേ ജീവിതയാത്രയിൽ എല്ലാ അനുഭവങ്ങൾക്കും അതിൻ്റേതായ വിലയുണ്ട്. ഇപ്പം നമുക്കൊരു ചീത്ത അനുഭവം ഉണ്ടായെന്ന് വിചാരിച്ചോ, അത് നമുക്കൊരു കരുത്ത് നൽകുകയാണ്. മനസ്സിലായോ? നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും. എപ്പോഴും നല്ലത് മാത്രം സംഭവിച്ചു കഴിഞ്ഞാൽ വി ആർ നോട്ട് എക്സ്പ്ലോറിങ് എനിത്തിങ്. ഓക്കെ, അപ്പം നല്ലത് മാത്രമല്ല
നമ്മുടെ ജീവിതത്തിൽ ചീത്ത അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പം നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അകലം പാലിക്കേണ്ടവരാണ്. നമ്മൾക്ക് കുറച്ച് ഒരു ഗ്യാപ്പ് എപ്പോഴും വെച്ചിട്ട് വേണം മനുഷ്യരോട് ഇടപഴകാൻ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചാലേ പഠിക്കുള്ളൂ. നമ്മൾ ബുക്കിൽ നിന്ന് പഠിക്കുന്ന പാഠത്തേക്കാൾ വളരെ വിശാലമായ പാഠങ്ങളാണ് പുറത്ത് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ എവിടെ നിന്ന് കിട്ടും? ട്രാവൽ ചെയ്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഫോർ ഐ വിൽ ബി ഓൾവേസ് മാർവെൽഡ് വെൻ എവർ ഐ ട്രാവൽ. എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. എപ്പോഴൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പോയിട്ടിന് അത്ഭുതവും തോന്നാറുണ്ട്. And finally, the poet says he travels without money. The poet says this by his own testimony, his own experience. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് സാക്ഷ്യം പറയുന്നത്. അപ്പം ഞാൻ ഈ കവിതനെ കുറിച്ച് വർണ്ണിക്കുന്നത് പോയിറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവം അല്ല ഇവിടെ വിവരിക്കുന്നത്. പക്ഷെ പോയിറ്റിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമാണ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. ഹി ഹാഡ് എ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്. പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതും ചീത്തയും, ഈവൻ ദ അഗ്ലി. ബട്ട് ടു ഹിം എവറി എക്സ്പീരിയൻസ് ഇസ് വർത്ത് ലൈഫ് ജേർണി. ജീവിതയാത്രയിൽ എല്ലാ അനുഭവങ്ങളും അതിൻ്റെതായ വിലയുണ്ടെന്നാണ് പോയറ്റ് പറയുന്നത്. ആൻഡ് ഹെൻസ് എ പോയറ്റ് വിൽ ഓൾവേസ് ബി മാർവെൽഡ് അറ്റ് വെൻ എവർ ഹി ട്രാവൽസ്. ഏതൊരു യാത്രയും പോയറ്റിന് അത്ഭുതം തന്നിറഞ്ഞത് തന്നെയാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. അപ്പം നമ്മുടെ മാർവലസ് ട്രാവൽ എന്ന ഷോർട്ട് ഫോം ഇവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായല്ലോ? യാത്ര പോകുമ്പോൾ കാണേണ്ടത് കാഴ്ചകൾ മാത്രമല്ല, കാഴ്ചകൾക്കും അപ്പുറമുള്ള കാഴ്ചകൾ കാണാനും ഉൾക്കണ്ഠ ഉണ്ടാവണം എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പോഴാണ് മറ്റുള്ള ആൾക്കാർക്കും സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, അവരുടെ രീതികൾ എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭംഗിയുള്ളത് മാത്രം കാണാനല്ലാതെ നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളും പല നാട്ടിലും പലതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു വില്ലേജ് ഏരിയയിലുള്ള ലൈഫ് സ്റ്റൈലും ടൗണിലുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കണ്ണും തുറന്ന് വേണം യാത്ര ചെയ്യാൻ. പലപ്പോഴും കണ്ണടച്ചാണ് നമ്മൾ പിടിക്കുന്നത്. ഓരോ കാഴ്ചക്കെതിരെയും കണ്ണടച്ച് പ്രതികരിക്കുന്നവരാണ് എല്ലാവരും തന്നെ അല്ലേ. അപ്പോൾ പോയിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്കും യാത്ര പോയി അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ട് മുന്നേറാൻ പറ്റും. സിമ്പിൾ പോം വിത്ത് സോ മെനി ലെസൺസ് അല്ലേ. കുറേ പാഠങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ യാത്ര പോകണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ യാത്രയും അത്ഭുതാവഹമാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ യാത്രയും അതിൻ്റെതായ വിലയുണ്ടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. സോ മനസ്സിലായല്ലോ, സിമ്പിൾ അല്ലേ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, why does the poet say that he travel with his eyes and thoughts? എന്തുകൊണ്ടാണ് കവി തൻ്റെ കണ്ണുകളും ചിന്തകളും കൊണ്ട് സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്? The poet keenly observes and explore everything that comes along and enjoys them. എന്തുകൊണ്ടാണ് കണ്ണുകളും ചിന്തകളും കൊണ്ട് യാത്ര ചെയ്യുന്നത്? നമ്മൾ കണ്ണുകളും ചിന്തകളും കൊണ്ടാണോ യാത്ര ചെയ്യണേ? അല്ലല്ലോ. നമ്മൾ യാത്ര ചെയ്യുന്നത് കാഴ്ച കാണാനാണ്. അതുകൊണ്ട് കണ്ണ് നമ്മൾക്ക് എന്തായാലും ഉണ്ട്. ഇവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായി കാണുകയും അതിനെ എക്സ്പ്ലോർ ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് പോയിട്ട് കണ്ണുകളും ചിന്തകളും കൊണ്ട് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നത്. Moving on to the second question, second one, what does the poet mean by I travel with my pen? ഞാൻ എൻ്റെ പേനയുമായി യാത്ര ചെയ്യുന്നു എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? The poet says that he travels with his pen, which means he likes to keep a record of his travel experience and variety of people he meets, the children and the women, and likes to write about them. എന്തൊക്കെയാണ് പോയിട്ട് പേന കൊണ്ട് യാത്ര ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത്? പോയിറ്റിന് ഓരോ കാഴ്ചയിലും എന്തൊക്കെ കാണുന്നു അതൊക്കെ പോയിറ്റിന് എഴുതി വെക്കണം. റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പേന കൊണ്ടും യാത്ര ചെയ്യുന്നു എന്ന് പോയിട്ട് പറയുന്നത്. അപ്പോൾ ആ കാഴ്ചയിൽ കാണുന്ന യാത്രയിലുള്ള എല്ലാ കാഴ്ചകളും പോയിട്ട് എഴുതി വെക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും പോയിട്ട് എഴുതി വെക്കാറുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, that something new would spring into my horoscope. What does this line mean? പുതിയതെന്തെങ്കിലും എൻ്റെ ജാതകത്തിലേക്ക് കടന്നു വരുമോ? ഈ വരി എന്താണ് അർത്ഥമാക്കുന്നത്? This line means that poet hopes to have new experiences that would change his life. അപ്പോൾ ഓരോ യാത്രയിലും പോയിട്ട് ഒരു പ്രതീക്ഷയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പുതിയ എന്തെങ്കിലും കാര്യം, അതായത് പോയിറ്റിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും യാത്രയിൽ സംഭവിക്കുമോ എന്നൊരു പ്രതീക്ഷ പോയിട്ട് വെച്ച് പുലർത്തുന്നുണ്ട്. അതാണ് ആ വരിയുടെ അർത്ഥം. നാലാമത്തെ ക്വസ്റ്റ്യൻ, who are the different types of people the poet meets during his journey? കവി തൻ്റെ യാത്രയിൽ കണ്ടുമുട്ടുന്ന വ്യത്യസ്ത തരം ആളുകൾ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? ചിൽഡ്രൻ, വിമൻ, മെൻ, ട്രൈബ്സ്മെൻ ആൻഡ് ലിറ്റിൽ ഗേൾസ്. ആരൊക്കെയാണ്? കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ഗോത്രവർഗ്ഗക്കാരുണ്ട്, പിന്നെയോ
കുഞ്ഞു പെൺകുട്ടികൾ അല്ലേ, കൊച്ചു പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചാണ് എന്തായാലും കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഉത്തരം മാത്രം എഴുതുക, വേറെ ഒന്നും എഴുതരുത് കേട്ടോ. 5th one, every experience is worth a life's journey. What does the poet mean by this? എല്ലാ അനുഭവങ്ങളും ജീവിതയാത്രയ്ക്ക് വിലയുള്ളതാണ്. എന്താണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The poet says that life is a journey. എന്താണ്? ജീവിതം എന്നത് ഒരു യാത്രയാണ്. Every experience we gather help us to learn something and shape us into individuals. നമ്മൾ ഓരോ യാത്ര പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളെ ഷേപ്പ് ചെയ്യാണ്. ഷേപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ഹാർട്ടഡ് പീപ്പിളൊക്കെയാണ്, ഭയങ്കര ദുർബല മനസ്സ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓരോ യാത്രയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ ജീവിക്കുന്നതൊക്കെ സ്വർഗത്തിൽ തന്നെയാണ്, അതിലും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മളെ മോൾഡ് ചെയ്യാണ്, നമ്മളെ ഷേപ്പ് ചെയ്യാണ്. ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കുമ്പോൾ അതിനെ മോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ ഓരോ യാത്രയും നമ്മളെയും മോൾഡ് ചെയ്യുകയാണ്. ലൈഫ് ആസ് എ ജേർണി കംസ് വിത്ത് ഈക്വലി ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസസ് അല്ലേ. ജീവിതയാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നല്ലത് മാത്രം തരുന്ന യാത്രയല്ല, അതിൽ നല്ലതും ചീത്തയും നിറഞ്ഞ അനുഭവങ്ങളുണ്ടാവും. ആൻഡ് ഓൾ ഓഫ് ദം ആക്ട് ആസ് വാല്യുബിൾ ലെസൺസ് ഇൻ അവർ ലൈഫ് അല്ലേ. ഈ എല്ലാ ഇതും നമുക്കെന്താണ്, പാഠമാണ്. ഈ നല്ലതായാലും ചീത്തയാണെങ്കിലും അതൊക്കെ നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ തരുന്നുണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഈ ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. സോ മിസ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ എടുത്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ എക്സാം പോയിന്റ് ബുക്സിൽ നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടും. സോ ഡു റെഫർ ദം. ഓക്കെ, സോ നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. സമ്മിങ് അപ്പ് ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ പോയിറ്റ്? ആരായിരുന്നു പോയിറ്റ്? ജോഷ ഫെർണാണ്ടസ് എഴുതിയ ഷോർട്ട് പോം ദാറ്റ് ഈസ് ദ മാർവലസ് ട്രാവൽ അല്ലേ. ആ മാർവലസ് ട്രാവൽ നമ്മളെയും വല്ല അത്ഭുതങ്ങൾ കാണിച്ചു തന്നോ? അത്ഭുത യാത്രയാണോ കണ്ട് അല്ലേ. കാരണം നമുക്ക് മനസ്സിലായി യാത്ര ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഈ പോയിട്ട് പോകുന്ന യാത്രയിൽ എങ്ങനെയാണ്? കണ്ണുകൾ കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്, ചിന്തകൾ കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്, പിന്നെയോ പേനകൾ കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. പോയിട്ടിൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും പുതിയത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ യാത്രയും തുടങ്ങുന്നത്. ഓരോ യാത്രയിൽ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ പോയിറ്റ് റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ പോയിറ്റ് കാണുന്ന ആ യാത്രയിൽ ഒരുപാട് ആൾക്കാർ സങ്കടപ്പെടുന്നുണ്ട്, സന്തോഷിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഓരോ യാത്രയും പോയിറ്റിന് എന്താണ്, കുറേ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ചീത്തതാണെങ്കിലും നല്ലതാണെങ്കിലും പോയിറ്റിന് ഒരു സങ്കടമില്ല. അതെല്ലാം തന്നെ വിലപ്പെട്ട പാഠങ്ങളാണ്, ഗുണപാഠങ്ങളാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. സോ ഇറ്റ് വാസ് എ വെരി സിമ്പിൾ ഷോർട്ട് പോം. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വന്നാലും എളുപ്പം നമുക്ക് എഴുതാൻ പറ്റും. സോ വി ആർ വൈൻഡിങ് അപ്പ് ദ സെഷൻ. താങ്ക് യു ചിൽഡ്രൻ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.